ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ലക്ഷക്കണക്കിന് വരുന്ന ആരാധക സമൂഹം നമ്മളെടുത്ത് അഭ്യർത്ഥിച്ചു റിവ്യൂ ചെയ്യുന്നു. ഇന്നലെ ഞാൻ സിനിമയ്ക്ക് പോയപ്പോഴും ഒരാളെ ചോദിച്ചു റിവ്യൂ എന്ത് ഇടാത്തേന്ന്. അപ്പൊ നമുക്ക് ഇന്ന് റിവ്യൂ ഇടാന്ന് വിചാരിച്ചു അല്ലേ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹനീഫ് അദാനി ഡയറക്ട് ചെയ്ത് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ. അപ്പോ മാർക്കോയെ പറ്റി അഭിപ്രായം ഫസ്റ്റ് ഇംപ്രഷൻ ഉല്ലാസ് പറയട്ടെ. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാനായിട്ട് നല്ല ഇഷ്ടപ്പെട്ട പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കില്ലും ജോൺ വിക്കും ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗോറ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോ അങ്ങനെ ഗോറസ് ഭയങ്കര രീതിയിലുള്ള ഈ വയലൻസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പടമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമായതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു വയലൻസ് ഉള്ള ഒരു പടം, ഇത്രയും ഒരു ഫൈറ്റും ഇത്രയും ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടം ആദ്യമായിട്ടാണെന്നാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ സിനിമയുടെ ഒരു ക്വാളിറ്റി അതിനുണ്ട് അല്ലേ. എനിക്ക് സിനിമ ഇപ്പൊ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ചില മിസ്കാസ്റ്റുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം തന്നെ തോന്നിയ ജഗദീഷിന്റെ പുള്ളി ചിലപ്പോ ഇതിൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണോ അത് ബലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എനിക്ക് അറിയാം. എനിക്ക് തോന്നിയിട്ടുള്ളത് ജഗദീഷ് എന്നുള്ള നടന്റെ ഒരു ഇമേജും നമുക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കും. മാനറിസംസ് ഒക്കെ കാരണമായിരിക്കാം എനിക്ക്. പക്ഷെ പുള്ളിയുടെ ഇത് നല്ല രീതിയിൽ തോന്നി. പുള്ളി അത് നമുക്ക് ജഗദീഷ് എന്നുള്ള ഒരു പേരും കണ്ട ഒരു ഇതും ഉണ്ട്, പക്ഷെ പുള്ളി അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത പോലെ തോന്നി. എനിക്ക് ചിലപ്പോ പുള്ളി നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു, പക്ഷെ എനിക്ക് ആ കാസ്റ്റിംഗ് എനിക്ക് എന്തോ അതത്ര പുള്ളി ഒരു ഭീകരത ജനിപ്പിക്കുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദന്റെ എഫേർട്ടും അതേപോലെ പുള്ളിയുടെ ഒരു ആക്ഷൻ ഈ സംഘട്ടനം ആക്ഷനും അതേപോലെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ ഒരു ഒരു മാസും ആ എൻട്രി എന്നൊക്കെ പറയുന്ന സാധനം, അത് എനിക്ക് തോന്നുന്ന പാൻ ഇന്ത്യൻ ബേസിസിൽ വളരെയധികം ഓടാൻ സാധ്യത സ്റ്റഫ് ഉള്ള ഒരാളാണ് ഉണ്ണി മുകുന്ദൻ എന്ന് എനിക്ക് ഈ സിനിമയെ കൂടെ മനസ്സിലാകുന്നു. ഈ സിനിമ ഒരു പാൻ ഇന്ത്യ റീച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. പാൻ ഇന്ത്യ റീച്ച് വരും സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഉണ്ണി മുകുന്ദൻ ഒരു നമ്മൾക്കിപ്പം പുതിയ തലമുറയിലെ ആക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചാൽ സ്വാഗ് കൂടുതൽ ഉണ്ണി മുകുന്ദനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓരോ ഇപ്പം മാളികപ്പുറത്തിലായാലും ആ ഒരു ക്യാരക്ടർ അയ്യപ്പനായിട്ട് കാണുമ്പോഴും ഒരു സ്വാഗ് നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ല രീതിയിൽ ആ ഒരു നടത്തവും ആ സ്റ്റൈലിഷ്, നല്ല സ്റ്റൈലിഷ്. അത് ഈ സിനിമയിൽ ഫുള്ള് മൊത്തത്തിൽ എനിക്ക് തോന്നിയ പുള്ളി വരുമ്പോഴും നമുക്കൊരു രസമാണ് കണ്ടുകൊണ്ട്. സ്ക്രീനിൽ കാണാൻ സ്ക്രീൻ പ്രസൻസും ഒക്കെ പുള്ളിക്ക് ഉണ്ട്. അതാ എനിക്ക് തോന്നുന്നു ഇന്റർവെൽ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഏറ്റവും കിടിലമായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ ഒരു ഫൈറ്റും പുള്ളി കൊണ്ടെത്തിക്കുന്നുണ്ടല്ലോ, ഇന്റർവെല്ലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൊക്കെ മരണമാസായിരുന്നു സാധനം. പക്ഷെ എനിക്ക് എന്തോ ഡയലോഗ് എഴുത്തിന്റെ ഡയലോഗ് അത് കുറച്ചുകൂടെ ഒന്ന് കിടിലമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര എഫേർട്ടിനൊത്തുള്ളൊരു കുറച്ചുകൂടെ സിനിമ കുറച്ചുകൂടെ ഒരു വേറെ ഒരു ലെവലിൽ എത്തിയേ. ഡയലോഗ് കുറച്ചുകൂടെ ഒരു അമച്വർ ആയതുപോലെ തോന്നിയില്ലേ. പക്ഷെ അത് സിനിമയുടെ ടോട്ടാലിറ്റി അത് ബാധിക്കുന്നില്ല. പിന്നെ അതില് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ്, എനിക്ക് തോന്നിയ ആ പടം അർഹിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിന് ഇല്ലാത്ത അതും ഒരു എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് അത്രയും ക്വാളിറ്റിയും അത്രയും ഒരു ഇതുണ്ടായിരുന്ന ആ ഒരു ബിജിഎം ഉണ്ടല്ലോ, നമുക്ക് ഓർത്തിരിക്കണ ഒരു ബിജിഎം. ഇത് പടം അറിയിക്കുന്ന പടം ഡിമാൻഡ് ചെയ്യണ ഒരു ബിജിഎം, നല്ലൊരു ബിജിഎം ഇല്ലാത്ത പോലെ തോന്നി അല്ലേ. തോന്നുന്നു എനിക്ക് മൊത്തത്തിൽ ഒരു കേവസ് പോലെ ആ സിനിമ കാണുമ്പോഴേ ഈ ഓരോ എനിക്ക് കില്ല് ഇപ്പം നീ പറഞ്ഞ കില്ല് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കില്ല് കുറച്ചുകൂടെ ഷോർട്ട് എമൗണ്ടാണ്, കുറച്ച് ടൈമേ ഉള്ളൂ. അതിൽ നമുക്ക് മെമ്മറബിൾ ആയിട്ട് ഫൈറ്റുകളെല്ലാം ഓർമ്മ വരും. ഇതിൽ പക്ഷെ അങ്ങനെയല്ല, കുറേ ഫൈറ്റുകളും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റ് ഒക്കെ എനിക്ക് കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. സെക്കൻഡ് ഹാഫിലെ ഫൈറ്റുകൾ കുറെ ഇത്തിരി പക്ഷേ ഈ ഗോർ ഇങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ കൂടി ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ എക്സ്ട്രീം ആവുന്ന ഒരു സംഭവമാണ്. ഹനീഫ് അദാനി പുള്ളിക്ക് ഇടാൻ പറ്റുന്ന എന്താ തോന്നുന്ന എല്ലാം ഇട്ടിട്ടുണ്ട്. സൂപ്പറായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്, കിട്ടില്ലായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര
നമ്മളിപ്പം ലോകേഷ് കനകരാജൻ എന്നൊക്കെ നമ്മൾ അങ്ങനത്തെ മാസ് മസാല സിനിമകൾ എടുക്കുന്നവർ അതേപോലെ തന്നെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു മേക്കിങ്ങും കളർ ഗ്രേഡിങ്ങും ഫ്രെയിമുകളും എല്ലാം. കളർ ഗ്രേഡിങ് ഒരു നല്ലൊരു നമ്മള് ഒരു ഇന്റർനാഷണൽ ടൈപ്പ് അങ്ങനെ ഫീൽ ചെയ്യും നമുക്ക്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇക്വലൈസർ കാണുന്നതും ചിലപ്പോ ജോൺ വിക്കിന്റെ ഫൈറ്റ് കാണുന്നതിന്റെ ഒക്കെ ഒരു ഫീല് വരും. ആ കളർ ഗ്രേഡിങ്ങും ആ എഡിറ്റിംഗ് ഒക്കെ കാണും. പക്ഷെ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ബ്ലഡുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ഗ്രേഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മൊത്തത്തിലൊരു റെഡിഷ് ഫുള്ള് ഒരു ഇതായിരുന്നു, രക്തരൂക്ഷിതമായിരുന്നു. പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുന്തൻ ഭയങ്കര സ്പീഡ്, ഭയങ്കര നല്ല ആസ്വദിച്ച് ചെയ്ത പോലെ ഉണ്ട്. പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞ അത് ചുമ്മാ ഒരു ആക്ഷൻ അല്ല, അത് കട്ട് ഓൺ ആക്ഷൻ. ഒരു ഇടിച്ചിട്ട് തെറിച്ചങ്ങനെ പോണ അടുത്ത കട്ടിൽ അങ്ങനെയല്ല, ഒറ്റ ഷോട്ടിൽ തന്നെ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ എഫേർട്ട് എന്ന് പറഞ്ഞാണല്ലോ, അത് ഭയങ്കര നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മള് തിയേറ്ററിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു അടിപ്പടം കണ്ടിട്ട് ഇത്രയും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മലയാള സിനിമയിൽ വളരെ കുറവാണ് അല്ലേ? അങ്ങനെ പിന്നെ ഒരു ദാക്ഷിണ്യവും ഇല്ല മലയാള സിനിമയിൽ. ഇങ്ങനത്തെ ഒരു സൂപ്പർ അല്ലെ ആക്ഷൻ ഹീറോ, സൂപ്പർ ഇങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോ ആ ഒരു ഇമേജിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഇപ്പൊ ഉണ്ണിമുകുന്ദൻ മാത്രമേ തോന്നുന്നു, അല്ല വേറെ ആരും ഇല്ല. നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം, നമ്മള് ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമെന്ന് അക്സെപ്റ്റ് ചെയ്യണം. ഇത്ര ഒരു കുന്നോളം ആൾക്കാരാണ് വരുന്നത്, അപ്പൊ അത്ര ആൾക്കാർ ഇടിച്ചിടാൻ ഉണ്ണിമുകുന്ദന് പറ്റുമെന്ന് നമുക്ക് തോന്നും. ആ ബോഡിയൊക്കെ അതിനനുസരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സീനില് ഒരു ഈ ഷർട്ടൊക്കെ റിപ്പ് ഓഫ് ആവുന്ന ഒരു സീനുണ്ട്. അതിലൊക്കെ അപ്പൊ മനസ്സിലാവും ആ ഒരു ഹി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത് മനസ്സിലാവും. ആക്ഷൻ കോറിയോഗ്രാഫി അതും എല്ലാം പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ 3-4 ഫൈറ്റ് ഉണ്ടെങ്കിൽ ഓരോ ഫൈറ്റും നല്ല ഡിഫറെന്റ് ആയിട്ട് അത് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരു ദാക്ഷിണ്യവും ഇല്ല, ഒരു ദാക്ഷിണ്യം. കൊച്ചുങ്ങളാവട്ടെ വലിയവരാവട്ടെ പട്ടിക്കുട്ടികളാവട്ടെ അവവിടെ ഇല്ല. അതുകൊണ്ട് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും ഇല്ല. സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ചിലവര് കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ ഒരു ഫാമിലി കയറാൻ വേണ്ടി ചില രീതിയിൽ കുറച്ച് കോംപ്രമൈസ്, അങ്ങനെ ഒരു കോംപ്രമൈസിങ് ഇതിലില്ല. കുട്ടികളാവട്ടെ ഓരോട്ടെ അവസാനം ക്ലൈമാക്സിൽ ഒരു ദാക്ഷിണ്യവും ഇല്ല. ഞാൻ വിചാരിച്ചു അതെന്ത് ഇങ്ങനെ സാധാരണ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ചെയ്യൂല ഇങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഒരു ദാക്ഷിണ്യവും ഇല്ല, ഒരു ദാക്ഷിണ്യം. കണ്ണിച്ചോര എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല, ഒരു ദാക്ഷിണ്യം ഇല്ല. പിന്നെ നമ്മുടെ ഒരു കൈ കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, പുഷ്പയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫൈറ്റ്, അതേപോലത്തെ ഒരു ഫൈറ്റ്. അതൊക്കെ നല്ല പുഷ്പ 2-നേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇതില് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതില് വില്ലന്മാരെ എടുത്തു പറയേണ്ട കൈവിട്ടോ കൈ അഴിച്ച് ഇതില് വില്ലന്മാര് രണ്ടാമത് പറഞ്ഞ ഒരു വില്ലനുണ്ട്. വെരി വെരി പവർഫുൾ എന്ന് വെച്ചാൽ നായകനെ കാട്ടി പവർഫുൾ ആയിട്ടുള്ള വില്ലൻ. അതാണ് നമുക്ക് എഫക്റ്റ് ആവണം. ആ സിനിമയെ അങ്ങ് ആ ഒരു എലിവേറ്റഡ് ആക്കി ആ വില്ലനും കൂടെ വന്നപ്പോഴല്ലേ. അതെ, കാര്യം നമ്മള് ആലോചിച്ചു സെക്കൻഡ് ഇനി എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു സംഭവം. ഉണ്ണിമുകുന്ദൻ ഒരു അമാനുഷികനായി ഉള്ള ഒരു സംഭവമായി. അപ്പൊ ഇതിനി അങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള സാധനത്തിൽ അങ്ങനെ വരുമ്പോ സെക്കൻഡ് ഹാഫിൽ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്നിടും. പിന്നെ അതിന്റെ എക്സ്ട്രീമിൽ പുള്ളിയാണ് സത്യം പറഞ്ഞ ഈ ഗോറിനെ അങ്ങ് കൊണ്ടുപോയത്. പുള്ളിയാണ് തോന്നുന്നു ഗോറ് നന്നായിട്ട് ഗോറ് കൊണ്ടുവന്ന. എനിക്ക് ആദ്യം ഈ സിനിമ കണ്ടപ്പോ ഭയങ്കര വയലൻസ് എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോഴേ ചിൽഡ്രൻ അങ്ങനെയൊക്കെ എഴുതി കാണിക്കുമ്പോഴേ അത്രത്തോളം വയലൻസ് ഉണ്ടോ എന്ന് തോന്നി ഫസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോഴേ. പിന്നീടാണ് അങ്ങോട്ട് എനിക്ക് ലാസ്റ്റത്തെ ക്ലൈമാക്സിൽ ആ ഒരു സീന കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ല. ഇത് എന്ന് വെച്ചാൽ കൊച്ചുങ്ങളോടത്ത് ചെയ്യണതായാലും അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. അതൊന്നും ഒരു ദാക്ഷിണ്യമില്ല കൊച്ചുങ്ങളോട് കാണിക്കുന്നത്. ഓർമ്മിപ്പിക്കല്ലേ. അപ്പൊ പ്രതീക്ഷിക്കും ഈ ഗോർ ഇഷ്ടമല്ല, ഈ ബ്ലഡ് ഈ ആൾക്കാരെ കൊല്ലുന്ന അതൊന്നും കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പരിസരത്തോട്ടെ പോവാതിരിക്കുക. ഇത്തിരി സർട്ടിഫിക്കറ്റ് ആണ്, അതുകൊണ്ട് എന്തായാലും കൊച്ചുങ്ങൾ എന്തായാലും പോയി കാണൂല. അല്ല, ചില തിയേറ്ററിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും അവര് കേറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കൂല. പണ്ട് 22FK മറ്റേ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സീന്, ആ സീനിൽ ഒരാള് അറ്റാക്ക് വന്ന പോലെ ആയിപ്പോടാ. നമ്മള് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ ഡിസ്റ്റർബ് ആയി, ചേച്ചി കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റാക്ക് ആണോ അതോ പുള്ളി കണ്ടിട്ട് ഡിസ്റ്റർബ് ആയതായിരിക്കും. അല്ല എടാ, അങ്ങനെ ഉണ്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കുട്ടികളെ കൊണ്ടുവരും. ചില തിയേറ്ററിലൊക്കെ അങ്ങനെ പോകും. PVR ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം. അപ്പോഴ് അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. കുട്ടികൾ വീട്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് ഇത് കുട്ടികളെ കൊണ്ട് പോവേ ചെയ്യരുത് അല്ലേ. ഭയങ്കര ട്രോമാറ്റിക് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഫെയിന്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആരെയും കൊണ്ടുപോകും ബുദ്ധിമുട്ടാവും.
നമ്മള് ചിലപ്പോ ചുമ്മാ കളിക്കുക അവരെ കൊണ്ട് വിളിച്ചോണ്ട് പോകും. പക്ഷെ അത് വേണ്ട, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ കില്ല് സിനിമയില്ലേ അതൊക്കെ കണ്ട് അവർക്ക് അതൊക്കെ ഒന്ന് ഫുൾ ഓൺ ആക്ഷൻ എന്ന് വെച്ചാൽ അതൊരു ബേസ് ആയിട്ട് ചെറിയൊരു പ്ലോട്ട് ലൈനെ കാണുള്ളൂ, ഫുൾ ആക്ഷൻ ആയിരിക്കും. അങ്ങനത്തെ ഇത് ഫാൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലേ, അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ. ഇക്വലൈസർ, ജോൺ വിക്ക്, പിന്നെ ഇത് കില്ല്, അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. ആ സിനിമകളെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മലയാളത്തില് അല്ലേ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഫാമിലിക്ക് വേണ്ടിയോ അങ്ങനെ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ സിനിമയാണ് അല്ലേ. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദന്റെ സ്റ്റൈലിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അത് കോസ്റ്റ്യൂം ഡിസൈനറിന് ഭയങ്കര എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തു. നമുക്ക് ആ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. സംഭവം എന്ന് പറഞ്ഞാൽ മലയാളം സിനിമയാണെങ്കിലും ഉണ്ണിമുന്ത് ആ ഒരു ആ ജോൺ വിക്കിന്റെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ഫീൽ ചെയ്യും. ആ കോട്ടൺ സൂട്ട് ഇടുമ്പോൾ ഇപ്പം കേരളത്തിലൊന്നും അധികം ആരും അങ്ങനെ ഇടാറില്ല, ഇവിടുത്തെ ഡോണുകൾ ആരും അങ്ങനെ കോട്ടൺ സൂട്ട് ഇടാറില്ല. പക്ഷേ കോട്ടൺ സൂട്ടും നമ്മുടെ ഇത് ജഗദീഷും ഉണ്ണിമുന്തനൊക്കെ എപ്പോഴും അത് കീപ്പ് ചെയ്യും. അത് നമുക്കൊരു ഇന്റർനാഷണൽ സിനിമ ആണതിന്റെ ഒരു ഫീൽ കിട്ടും അല്ലേ. സിദ്ദിഖും കൂടെ ഇടായിരുന്നു. സിദ്ദിഖ് ഒരു നാടൻ ടോണായോണ്ട് സിദ്ദിഖ് കിട്ടില്ല. പിന്നെ സിഗരറ്റ് എന്റെ പോലോ 2.5 മണിക്കൂറുണ്ട്, 2 മണിക്കൂറും പുകവലി ആരോഗ്യത്തിന് അനിയൊരു അടിയിലുണ്ട്. അല്ല ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു സിഗരറ്റ് തുടങ്ങി അവസാനം ഇപ്പൊ മറ്റേ എന്തിനാ ചൂട്ടൊക്കെ കത്തിച്ചു. സിഗാറ് മാർക്കോ എന്തൊരു വലി വലിച്ചു പോകും ഇങ്ങനെയൊക്കെ വലിച്ച വലിയോട് വലി. അപ്പോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലൈമാക്സ് ആ ഒരു ഗോറ് ആരും പ്രതീക്ഷിക്കാത്ത സാധനമാണ് അല്ലേ. അത് മലയാള സിനിമയിലെ ഒരു ആദ്യത്തെ അനുഭവമാണ്. അത് മലയാള സിനിമ മാത്രമല്ലടാ, ഇവിടെ ഇന്ത്യൻ സിനിമയിൽ ഒരു ദാക്ഷിണ്യമൊക്കെ അവർ കാണിക്കും ഇല്ലേ. സാധാരണ ഒരു സിനിമയില് അവരെ ആ ഒരു ഇത്രയും കൊല്ലം വിട്ടുകൊടുക്കാറില്ല. കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഇങ്ങനെ കാണിക്കാറില്ല. കുട്ടികളുടെ അടുത്തൊന്നും ഇങ്ങനെയൊന്നും കാണിക്കാറില്ല. അല്ല, ഒരു ഓഡിയൻസ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ കൂടുതൽ ഓഡിയൻസിലെ ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടെ മനസ്സിൽ കണ്ടാണ് ചെയ്യാറുള്ളൂ. ഇപ്പം വയലന്റ് ആയാലും ആൾക്കാർ ഒരു ഓഡിയൻസ്, ഒരു ഫാമിലി ഓഡിയൻസോ ഒരു കളക്റ്റീവ് കോൺഷ്യസിനെ ഒരു പ്രീതിപ്പെടുത്താൻ വേണ്ടി കുറെ സാധനങ്ങൾ ചെയ്യും. പക്ഷെ ഇവർ അങ്ങനെ ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ടില്ല അല്ലേ, ഒന്നും ചെയ്തിട്ടില്ല. റിസ്ക് ആണ്, ഭയങ്കര റിസ്ക്. നമുക്ക് തന്നെ അത് ഷോക്കാണ് അല്ലേ. ഇതെങ്ങനെ അല്ലെ, ഇടയ്ക്ക് നമ്മൾ ആലോചിച്ചത് എങ്ങനെ ഓടണ്ടേ സിനിമ. അപ്പം ഈ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാർക്കറ്റാണ്. ഒരു യങ് യൂത്തിന് ഇതേപോലെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇറക്കിയിട്ടുള്ള. ഇതിപ്പോ പാൻ ഇന്ത്യൻ ബേസിസ് എല്ലാ ഭാഷയിലും ചിലപ്പം വൺ ഹിറ്റ് ആയിരിക്കും. എന്തായാലും ഉണ്ണി മുകുന്ദന്റെ ഒരു താരോദയമാണ്. അതെ അതെ, ഇത് നിങ്ങൾക്കൊരു തട്ടുപൊളുപ്പൻ പടം കാണണം, ഒരു ഫുൾ ഓൺ ആക്ഷൻ, വേറെ ഒരു ഫുൾ ഓൺ ആക്ഷൻ ആയിട്ടുള്ള ഒരു സിനിമ കാണണമെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന എക്സ്പീരിയൻസുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവര്, മലയാള സിനിമയിൽ മാറ്റങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണേണ്ട സാധനം. അതെ, മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ സിനിമ ഇറങ്ങിയിട്ടില്ല, ഇനി വരട്ടെ ഇതേപോലത്തെ അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് മാർക്കോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമന്റിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ സിനിമ റിവ്യൂ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം. അതെ അതെ, എങ്ങനെയുണ്ട് ഈ റിവ്യൂ, ഇതിനി കണ്ടിന്യൂ ചെയ്യണോ വേണോ എന്ന് പറയാം എന്നുള്ളതും കൂടെ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ റിവ്യൂ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു റിവ്യൂ ഉണ്ടെങ്കിൽ അതിൽ കാണാം. ബൈ.